ഇപ്പോൾ ഡോക്ടറുടെ മകൻ അല്ലെങ്കിൽ മകൾ ഡോക്ടറാവുക, എൻജിനീയറിൻ്റെ മകൾ എൻജിനീയർ ആവുക, ടീച്ചറുടെ മകൾ ടീച്ചറാവുക, ഇങ്ങനെയാണ് പൊതുവേ നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ എന്നാലും അതിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഡോക്ടറാവുക അല്ലെങ്കിൽ എൻജിനീയർ ആവുക, ടീച്ചറാവുക എന്നുള്ളതൊക്കെ കുറച്ചുകൂടി ഒരു അക്കാഡമിക് ഓറിയൻറ്റഡ് ആണെങ്കിൽ, ഒരു ബിസിനസ്സിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്കി ഫാക്ടർ കൂടെ ഉണ്ട്. ഇപ്പോൾ വീട്ടിൽ ഉപ്പ തുടങ്ങി എല്ലാവരും ബിസിനസ്സുകാരാണ്. അപ്പോൾ ആ ഒരു ഇൻഹെറിറ്റഡ് ആയിട്ട് വന്നതാണോ ബിസിനസ്സുകാരി ആവണം എന്നുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ നിമയ്ക്ക് തോന്നിയതാണോ ഒരു ബിസിനസ്സിലേക്ക് കടക്കാമെന്ന്? എനിക്ക് ഓഫ് കോഴ്സ് എൻ്റെ ഫാദർ ബിസിനസ്സാണ്. ഞാൻ ജനിച്ച് വളർന്നപ്പോൾ തന്നെ ഞങ്ങൾ 1996 ഹൈലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ അധികം കാലമായിട്ട് തന്നെ ഞാൻ കാണുന്നതാണ് ആ ഒരു എന്താ പറയുക ഗ്രോത്ത് കാണുന്നതാണ്. ഡെഫിനറ്റ്ലി അത് വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് ബിസിനസ് ഞാൻ പഠിക്കുന്നതിൻ്റെ എനിക്കും ഓഫ് കോഴ്സ് ഈ ഒരു പ്രായത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് എന്താവണം, എന്ത് ചെയ്യണം, നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാനും അതിലൂടെ പോയതാണ്. ഞാൻ 8th പഠിക്കുന്ന സമയത്ത് ഐ വോണ്ടഡ് ടു ബിക്കം എൻ ആർക്കിടെക്ട്. ആ സമയത്ത് ഐ വോണ്ടഡ് ടു ബിക്കം എൻ ആർക്കിടെക്ട്. എന്നാൽ പോലും ഞാൻ എപ്പോഴും പറയാറെന്ന് പറഞ്ഞാൽ ഞാൻ BArch കഴിഞ്ഞിട്ട് MBA എടുക്കും. എന്തായാലും എനിക്ക് ബിസിനസ്സിലേക്കാണ് കടന്നു വരാനുള്ളത് ബിസിനസ്സിലേക്കാണ്. പക്ഷേ എന്നാലും ഈ BArch കഴിഞ്ഞിട്ടായിരിക്കും ഇതിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു തുടങ്ങിയിരുന്നത്. പിന്നെ അതിലേക്ക് മാറി, പിന്നെ പ്രോപ്പർലി എന്തായാലും ബിസിനസ്സിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ ഞാൻ തന്നെ അങ്ങനെ എടുത്തതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചെറുതാകുമ്പോൾ മുതലേ തന്നെ ബിസിനസ് ഹാസ് ഓൾവേസ് ബീൻ ദർ. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഗോയിങ് ത്രൂ. ഇത് ഒരു ഡെഫിനറ്റ്ലി ബിസിനസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ലോകം തന്നെയാണ്. ദർ ആർ സോ മെനി തിങ്സ് ദാറ്റ് ഇസ് ഹാപ്പനിങ്. ഒരുപാട് റിസ്കുകളുണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. യു ഡോണ്ട് നോ, അൺസർട്ടൺ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെൻ യു സീ സംവൺ who you look up to, who as my father is a businessman, I have seen the whole journey. അപ്പോൾ അതിലൂടെ എനിക്ക് എന്തായാലും അതിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് വന്നിട്ട് തന്നെയാണ് ഇത്. നമ്മുടെ ടോപ്പിക് ബി ദ ഹൈലൈറ്റ് ഓഫ് യുവർ സ്റ്റോറി. നമ്മുടെ കഥയിലെ നായകൻ അല്ലെങ്കിൽ നായിക നമ്മൾ തന്നെയാണ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ നിമ നമ്മളെ എല്ലാവരെയും ഓരോ ദിവസവും ഓർമ്മിപ്പിക്കുന്നത്. സോ അങ്ങനെ നമ്മുടെ സ്റ്റോറിയിൽ ഹൈലൈറ്റ് അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രം, നായകൻ അല്ലെങ്കിൽ നായിക നമ്മൾ തന്നെ ആവാൻ എന്തൊക്കെ ചെയ്യണമെന്നാണ് തോന്നിയിട്ടുള്ളത്? ഈ നായകൻ എന്നൊക്കെ പറയുന്നത് ഐ തിങ്ക് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഈച്ച് പേഴ്സൺ. ഇപ്പം എനിക്ക് എൻ്റെ ഒരു ഭാഗത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു ഹീറോയിൻ ആവുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ വെൻ ഐ മേക്ക് എൻ ഇമ്പാക്റ്റ് ഓൺ അതർ പീപ്പിൾ, ഒരു ലൈഫിൽ വേറെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് ഐ ബിലീവ് ദാറ്റ് ഐ ബിക്കം ഹീറോയിൻ എന്ന് പറയാം. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഫോർ ദ സെയിം ഫോർ അതർ പീപ്പിൾ. ഇപ്പോൾ രേവതിക്കായാലും ഇറ്റ് ഇസ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. എല്ലാവർക്കും വേറെ തന്നെ ആയിട്ടുള്ളൊരു ഇതാണ്. Our perspective, I think it is very different. But what I believe is to become a hero in your own life, that you have to actually understand നിങ്ങളെ പാഷൻ എന്താണ്, നിങ്ങളുടെ ഡ്രീം എന്താണ്, നിങ്ങളെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്, അത് നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതാണ്. ഇറ്റ്സ് നോട്ട് സംതിങ് ഒരാളിങ്ങനെ അടിച്ച് അമർത്തേണ്ട ഒരു കാര്യമല്ല, അവരിങ്ങനെ പറഞ്ഞുണ്ടാക്കേണ്ട ഒരു കാര്യമല്ല. നിങ്ങളായിട്ട് തന്നെ കണ്ടെത്തണം നിങ്ങളെ ഗോൾ എന്താണ്. ഇഫ് യു ഹാവ് സംതിങ്, ഒരു പാഷനായിട്ട്, ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കുന്ന ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ആളൊക്കെ ആണെങ്കിൽ, ഇഫ് ഹീ ആക്ച്വലി പ്ലേസ് സംതിങ് ലൈക്ക് ഒരു നാഷണൽ ലെവലിലോ ഇന്റർനാഷണൽ ലെവലിലൊക്കെ കളിക്കുമ്പോഴായിരിക്കും അവരൊരു ഹീറോ ആവുക, അവരുടെ സ്റ്റോറിയിൽ അവർ ഹീറോ ആവുക. സോ ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫോർ എവ്രി വൺ, ബട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് വാട്ട് യു ഹാവ് ടു ഡു.